നമസ്കാരം. ഈ വ്രതശുദ്ധിയുടെ കാലഘട്ടത്തിൽ മുസ്ലിം മതവിഭാഗക്കാർ കണ്ണ് തുറന്ന് കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരുപക്ഷെ ഈ സന്ദർഭത്തിൽ പടച്ചോനായിരിക്കും നിങ്ങൾക്ക് ഈ കാഴ്ച കാണിച്ചു തരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരുപക്ഷെ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പറയാൻ കാരണം, ഈ അടുത്ത ദിവസം ഒരു ചാണക സിനിമയുടെ ട്രെയിലർ പുറത്തേക്ക് വന്നിരുന്നു. സംഘപരിവാറിന്റെ കേരള സ്റ്റോറിയുടെ 2ാം എഡിഷൻ. കേരളവുമായി ബന്ധപ്പെട്ട് ഒരു പുലബന്ധമില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിച്ചിരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമായിരുന്നു കേരളത്തിലെ സംഘപരിവാറുകാർക്ക് വലിയ കുരുപൊട്ടലുണ്ടായത്. മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പ്രതികരിച്ചത് അവരെ വല്ലാതെ പൊള്ളിച്ചിരുന്നു. ആ സന്ദർഭത്തിലും കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കുറിച്ചൊന്നും ഒരക്ഷരം പോലും BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് പരാതിയില്ല. കാര്യം സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നവർ പറഞ്ഞ വാചകം അവരെ പൊള്ളിച്ചിട്ടേയില്ല. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ തെരുവോരങ്ങളിൽ എവിടെയെങ്കിലും കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയോ യുവജന സംഘടനയോ ഈ സിനിമയ്ക്കെതിരെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തി നിങ്ങൾ കണ്ടോ? അവിടെയാണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ കണ്ണ് തുറന്ന് കാണേണ്ട ചില കാഴ്ചയുണ്ടെന്ന്. നിങ്ങളോട് വീടാന്തരം വന്നിട്ട് പള്ളി പോകും, മതമാണ് പ്രശ്നമെന്നൊക്കെ പറയുന്നവരൊന്നും ചെയ്യാത്തൊരു കാര്യം. കാര്യം MSFകാർക്ക് പോലും ആ വിഷയത്തിൽ ഒരു പ്രതിഷേധവുമില്ല. പക്ഷേ SFI തെരുവോരങ്ങളിലുണ്ടെന്നേ. കേരളത്തിലെ ഒരു പെൺകുട്ടിയെ കാസർഗോഡ് സർവകലാശാലയിൽ വെച്ചിട്ട് അവളുടെ വായിലേക്ക് ബീഫ് തള്ളിക്കയറ്റുന്നു എന്ന ഒരു വ്യാജ ചിത്രം പ്രചരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ ഇപ്പോൾ പൊറോട്ടയും ബീഫ് വിതരണവും അരങ്ങേറിയാണ്. അതും SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ. ഈ സന്ദർഭത്തിൽ പ്രതികരിക്കേണ്ടവരാണ് കേരളത്തിലെ എല്ലാത്തരം യുവജന സംഘടനകളിലെയും വിദ്യാർത്ഥികൾ. നിങ്ങൾ കാണുന്നുണ്ടോ? എന്തേ SFIക്ക് മാത്രം ഈ വിഷയത്തിൽ ഒരു പ്രത്യേക താല്പര്യം വല്ലതുമുണ്ടോ? അല്ല. അവർ പലസ്തീൻ വിഷയം എടുത്ത് പരിശോധിച്ചാൽ ഇതുപോലെ പ്രതിഷേധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അവർ ഏത് തരത്തിൽ ലോകത്താകമാനം നടക്കുന്ന ഏത് തരം വിഷയങ്ങൾ വന്നാലും അത്തരം വിഷയങ്ങളിലെല്ലാം അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ, കാര്യം ഇപ്പോഴും പരിഹസിക്കുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പോലും കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവവികാസം വന്നിട്ട് കർണാടകയുടെ പ്രതികരണം നിങ്ങൾ കണ്ടോ? കണ്ടില്ലല്ലോ. എന്തേ കർണാടകയിലെ കോൺഗ്രസ്സുകാർക്ക് ഈ സിനിമ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരോടൊരു മമതയില്ലേ? എന്തിനേറെ പറയുന്നു, ലീഗുകാരും MSFകാരും അല്ലെങ്കിൽ യൂത്ത് ലീഗും ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം നടത്തുന്നുണ്ട്? അവർ നിശബ്ദമായിരിക്കുകയാണ്. അവർക്ക് ഈ വിഷയത്തിലൊന്നും പ്രതികരിക്കേണ്ട. അതുകൊണ്ട് നിങ്ങൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണും. ഇത് കണ്ടതിന് ശേഷം കേരളത്തിൻ്റെ തെരുവോരങ്ങളിലും കേരളത്തിൻ്റെ മനസാക്ഷികൾക്ക് മുന്നിലും അവർ മതേതരത്വം എങ്ങനെയാണ് ഓരോ സംഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെതിരെ ക്രിയേറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ലോകം കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇങ്ങ് തിരുവനന്തപുരത്തെ മാനവീയം വീഥിയിൽ തുടങ്ങി അങ്ങ് കാസർഗോഡ് വരെ അവരെ കൊണ്ട് കഴിയുന്ന ഇടങ്ങളിലെല്ലാം അത് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ അതിൻ്റെ ഭാഗഭാക്കാക്കി, നാട്ടുകാരെയും അതിനോടൊപ്പം ചേർത്ത് നിർത്തി. എന്താണ് അതിലൂടെ അവർ പുറത്തു കൊടുത്ത സന്ദേശം? ഇത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഈ നാട്ടിൽ. ഇതിലൊന്നും ഇങ്ങനെയൊന്നും പ്രതികരിക്കാൻ കോൺഗ്രസിന്റെ യുവജന സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് പറയുന്നവർക്കൊന്നും ഉത്തരവാദിത്തമില്ല. അതൊക്കെ SFIക്കാരന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊന്നും നമ്മുടെ നാട്ടിൽ വലിയ വാർത്തയുമല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് SFIയുടെ ഈ ക്രിയാത്മകമായിട്ടുള്ള പ്രതിഷേധം. അവർ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് തെരുവിൽ, അതിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവർ ഒരു മതത്തിനെ ചേർത്ത് നിർത്തുന്ന രീതിയും അതിലൂടെ ഈ നാടിൻ്റെ മതേതരത്വം ഈ രീതിയിൽ ഉയർത്തിക്കാട്ടുകയാണ്. ആ സന്ദർഭത്തിലെങ്കിലും ഈ നാട്ടിലെ മതേതരത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന, വർഗീയതയെ ചെറുക്കാൻ ഏറ്റവും വലിയ ആയുധം മതേതരത്വമാണെന്നും ആ മതേതരത്വം എങ്ങനെയാണ് ഒരു സംഘടന ഉയർത്തിപ്പിടിക്കുന്നതെന്നും അതിലൂടെ അവർ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് കാവലാളാണെന്ന് തെളിയിക്കുമ്പോൾ ഇതര സംഘടനകൾക്ക് അതില്ലെങ്കിൽ പിന്നെയും അവരിലൂടെ നിങ്ങൾ എന്താണ് സ്വപ്നം കാണുന്നത്? ഇന്ന് അവർക്ക് പ്രതിഷേധിക്കാൻ തരമില്ലെങ്കിൽ നാളെ അവർ ഇറങ്ങുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ വ്രതശുദ്ധിയുടെ നാളുകളിലെങ്കിലും നിങ്ങൾക്ക് മനസ്സിരുത്തി ചിന്തിക്കാവുന്നതാണ്. ഇന്ത്യയിൽ ആകമാനം ഒരേ ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഉണ്ടായിരുന്നത്. അവർ ലോപിച്ച് BJP ആയതിനു ശേഷം ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള ഇടങ്ങളിലെല്ലാം അവരെ കാലുവാരി തോൽപ്പിച്ച് അവിടെയും BJP വളർത്തുന്ന ഒരു സംസ്കാരം നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് നിങ്ങൾ ഒരു ദുരിതത്തിൽ വരുമ്പോൾ ഒരു തരത്തിലും ഒരു പ്രതിഷേധമില്ലാതെ സോഷ്യൽ മീഡിയയിൽ മാത്രം ഡയലോഗ് അടിച്ചു പോകുന്നവർ തെരുവോരങ്ങളെ ഉണർത്തി ഈ നാടിൻ്റെ പൊതുബോധങ്ങളുടെ ഇടയിലേക്ക് അവരുടെ ആശയം പ്രചരിപ്പിച്ച് എന്തുകൊണ്ട് ഇവരെ ചേർത്ത് നിർത്തണം എന്നതിനെ സംബന്ധിച്ചും ആ സിനിമ എന്താണ്, അതിൻ്റെ പ്രൊപ്പഗാൻഡ എന്താണ്, ആ സിനിമയെ എങ്ങനെ പുച്ഛിച്ചു തള്ളണം എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം ഉണ്ടാക്കാൻ അവർക്ക് മാത്രമേ സമയമുള്ളെന്നേ. അവർ മാത്രമേ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുള്ളൂ.
എന്നുള്ളതേ. അതൊക്കെ കാണുക, ചിന്തിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ ശബ്ദമുയർത്തുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളുകളിൽ നിങ്ങളോട് വന്ന് പ്രലോഭനങ്ങൾ നൽകുന്നവർ അതേപടി പൊടിയും തട്ടിപ്പോകും. എങ്ങനെ? ബ്രിട്ടീഷുകാർക്ക് ഈ നാടിനെ ഒറ്റിക്കൊടുത്ത സംഘപരിവാർ മനസ്സുള്ളവരാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാരെന്ന് തിരിച്ചറിയാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് ചിന്താഗതി ഉണ്ടാകണമെന്ന് മാത്രമേ പറഞ്ഞു വയ്ക്കാനുള്ളൂ.